ഇന്നും നമ്മൾ പറഞ്ഞു പഠിക്കുക എന്ന സീരീസിലാണ് നമ്മുടെ ക്ലാസ് ഉള്ളത്. അപ്പം നമ്മൾ എല്ലാ ദിവസവും തന്നെ വീടുകളിലും കൂട്ടുകാരോടും ഒക്കെ സംസാരിക്കുന്ന ക്വസ്റ്റ്യൻസും ആൻസറൊക്കെയാണ് ഞാനിന്നും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം ഞാൻ ചോദിക്കുകയാണ്, എപ്പോഴാണ് നീ സാധാരണ ഉറങ്ങാൻ പോവുക? അല്ലെങ്കിൽ ഏത് സമയത്താണ് നീ ഉറങ്ങുക? സാധാരണ നീ എപ്പോഴാണ് ഉറങ്ങുന്നത്? ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കും. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് ചോദിക്കുക? സാധാരണ എപ്പോഴാണ് നീ ഉറങ്ങുന്നത് എന്നിങ്ങനെ ചോദിക്കുക. നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കി നിങ്ങൾ പറയൂ, എപ്പോഴാണ് നീ ഉറങ്ങുക, ഏത് സമയത്താണ് നീ ഉറങ്ങാൻ പോവുക. ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചറിൽ WH ആദ്യം വന്നു അല്ലെ. വാട്ട് ടൈം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വിച്ച് ടൈം, അല്ലെങ്കിൽ വെൻ, ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം അല്ലെ. അപ്പോ വാട്ട് ടൈം, ഓക്സിലറി ഡു, സബ്ജക്റ്റ് യു അല്ലെ. വാട്ട് ടൈം ഡു യു യൂഷ്വലി, ഉറങ്ങാൻ പോകുന്നത്, ഗോ ടു ബെഡ്. അപ്പൊ എങ്ങനെ ചോദിക്കാം? വാട്ട് ടൈം ഡു യു യൂഷ്വലി ഗോ ടു ബെഡ്, അല്ലെങ്കിൽ which time usually go to bed. മനസ്സിലായല്ലോ? ഏത് സമയത്താണ് ഉറങ്ങാൻ പോകുന്നത്? What time do you go to bed? Do you usually go to bed? അപ്പൊ ഞാൻ പറയാണ്, ഞാൻ സാധാരണ ഒരു 10 മണിയോടെയാണ് ഉറങ്ങാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ 10 മണിയോടെയാണ് ഉറങ്ങുന്നത്. എങ്ങനെ പറയാ? ഞാൻ സാധാരണ യൂഷ്വലി ഗോ ടു ബെഡ്, ഉറങ്ങാൻ പോകുന്നത് ഏകദേശം അല്ലെങ്കിൽ ഒരു 10 മണിയോട് കൂടെ, അറൗണ്ട് 10 PM. അപ്പൊ എങ്ങനെ പറയാ? ഐ യൂഷ്വലി ഗോ ടു ബെഡ് അറൗണ്ട് 10 PM. അപ്പൊ ഞാനൊരു 10 മണിയോടെയാണ് ഉറങ്ങുന്നത്. എങ്ങനെ പറയാ? അറൗണ്ട് 10 PM. ഇനി ചിലവർ പറയും, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, ഞാൻ അങ്ങനെ റെഗുലർ ടൈം ഒന്നും എനിക്ക് ഉറങ്ങുന്നതിനില്ല. അപ്പൊ അതെങ്ങനെ പറയുക? ഐ ഡോണ്ട് സ്ലീപ്പ് അറ്റ് റെഗുലർ ടൈം. കൃത്യമായിട്ടൊരു സമയത്ത് ഞാൻ ഉറങ്ങാറില്ല. എങ്ങനെ പറയാ? ഐ ഉറങ്ങാറില്ല, ഡോണ്ട് സ്ലീപ്പ്. എപ്പോഴാണ്? അറ്റ് റെഗുലർ ടൈം. ഐ ഡോണ്ട് സ്ലീപ്പ് അറ്റ് റെഗുലർ ടൈം. റെഗുലർ സമയം ഞാൻ ഉറങ്ങാറില്ല. ഇനി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഉറങ്ങി ഏറ്റപടിയെ എഴുന്നേറ്റാൽ ഉടനെ നീ എന്താ ചെയ്യാറ്? എന്താണ് ഉറങ്ങി എഴുന്നേറ്റാൽ ഉടനെ ചെയ്യാറ്? അപ്പൊ എങ്ങനെ ചെയ്യുക? എന്താണ് ചെയ്യാറ്? വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു ഡു? ഉറങ്ങി ഏറ്റ് കഴിഞ്ഞാൽ, ആഫ്റ്റർ ഗെറ്റിംഗ് അപ്പ്. എങ്ങനെ ചോദിക്കുക? വാട്ട് ഡു യു ഡു ആഫ്റ്റർ ഗെറ്റിംഗ് അപ്പ്? ഉറങ്ങിയേറ്റാൽ ഉടനെ എന്താണ് ചെയ്യാറ്? ഉറങ്ങിയേറ്റാൽ നിങ്ങൾ എന്താണ് ചെയ്യാറ്? വാട്ട് ഡു യു ഡു ആഫ്റ്റർ ഗെറ്റിംഗ് അപ്പ്? പറയുന്നുണ്ടല്ലോ, വാട്ട് ഡു യു ഡു ആഫ്റ്റർ ഗെറ്റിംഗ് അപ്പ്. അപ്പൊ ഞാൻ പറയാണ്, എഴുന്നേറ്റാൽ ഉടൻ തന്നെ ഞാൻ കാപ്പി ഉണ്ടാക്കും. കാപ്പി കുടിച്ചിട്ട് ഞാൻ പല്ല് പോലും തേക്കാറുള്ളൂ. എങ്ങനെ പറയാ? എഴുന്നേറ്റാൽ ഉടൻ തന്നെ ഞാൻ കാപ്പി ഉണ്ടാക്കി കുടിച്ചതിന് ശേഷമാണ് ഞാൻ പല്ല് തേക്കാറ്. എങ്ങനെ പറയുക? as soon as I get up, ഞാൻ ഉറങ്ങിയേറ്റാൽ ഉടനെ, as soon as I get up, I start making tea. സ്റ്റാർട്ട് കഴിഞ്ഞാൽ വരുന്ന, സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് വരുന്ന വേർബ് എപ്പോഴും നമുക്ക് എങ്ങനെയായിരിക്കണം? ING ആയിരിക്കണം. അപ്പോൾ as soon as I get up, I start preparing tea. Then after tea, ടീക്ക് ശേഷമാണ് I brush teeth, ഞാൻ പല്ല് തേക്കാറ്. ചായ കുടിച്ചതിന് ശേഷമാണ് ഞാൻ പല്ല് തേക്കാറ്. അപ്പൊ എങ്ങനെയാ പറയുക? as soon as I get up, I start preparing അല്ലെങ്കിൽ കുക്കിംഗ് ടീ ഉണ്ടാക്കും. ആൻഡ് I brush teeth after having tea. ടീ കുടിച്ചതിന് ശേഷമാണ് ഞാൻ പല്ല് തേക്കുന്നത്. ക്ലിയർ? പതിയെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആയി വരുന്നത് എന്നുള്ളത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്,
എപ്പോഴാണ് സാധാരണ നിങ്ങൾ എഴുന്നേൽക്കാറ്? എപ്പോഴാണ് എഴുന്നേൽക്കാറ്? എപ്പോഴാണ് എഴുന്നേൽക്കാറ്? ഏത് സമയത്താണ് എഴുന്നേൽക്കാറ്? വിച്ച് ടൈം, അല്ലെങ്കിൽ നമുക്ക് വെൻ, വാട്ട് ടൈം എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. വിച്ച് ടൈം ഡു യു യൂഷ്വലി ഗെറ്റ് അപ്പ്? ഏത് സമയത്താണ്? വിച്ച് ടൈം ഡു യു യൂഷ്വലി ഗെറ്റ് അപ്പ്? അപ്പൊ ഞാൻ കൃത്യം 5:30ക്കാണ് എഴുന്നേൽക്കാറ്. നമുക്ക് പറയണം, ഐ എഴുന്നേൽക്കാറ്, ഗെറ്റ് അപ്പ് അറ്റ് 5:30. ഐ ഗെറ്റ് അപ്പ് അറ്റ് 5:30. ഐ ഗെറ്റ് അപ്പ് അറ്റ് 5:30. 5:30 കൃത്യം 5:30ക്കാണെന്ന് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിച്ചു? അറ്റ് 5:30 ഞാൻ എഴുന്നേൽക്കാറ്. ഇനി നിനക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടം എന്ന് നമ്മൾ ചോദിക്കും. ചായയാണോ കാപ്പിയാണോ ഇഷ്ടം? അപ്പൊ ഇഷ്ടം ആണോ ഏതാണെന്ന് ചോദിക്കാൻ നമുക്ക് എങ്ങനെയാ സംസാരിക്കേണ്ടത്? പ്രസന്റ് ടെൻസിലാണ് അല്ലെ. അപ്പോ ഇഷ്ടം ഏതാണ്? വാട്ടോ വിച്ചോ ഒന്നും അതിനകത്ത് നമുക്ക് വേണ്ട. നിനക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടം? ഇഷ്ടം. ഡു യു പ്രിഫർ ടീ ഓർ കോഫി? ഡു യു ലൈക്ക് ടീ ഓർ കോഫി? ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ. എന്താണ് ചോദിക്കുന്നത്? നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കുക? ഡു യു പ്രിഫർ ടീ ഓർ കോഫി? ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഡു യു ലൈക്ക് ടീ ഓർ കോഫി? അപ്പൊ ഉത്തരമായിട്ട് എനിക്ക് പറയണം, എനിക്ക് കോഫിയാണ് ഇഷ്ടം. എങ്ങനെ പറയാ? എനിക്ക് ഇഷ്ടം ലൈക്ക് കോഫി. ഐ ലൈക്ക് കോഫി. അല്ലെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യേണ്ടത് കോഫിയാണ്. എങ്ങനെ പറയാ? ഐ പ്രിഫർ കോഫി. പ്രിഫർ ചെയ്യേണ്ടത് കോഫിയാണ്. വളരെ സിമ്പിൾ അല്ലേ സംസാരിക്കാൻ? ഓക്കെ. ഇനി പറയുകയാണ്, ഞാൻ സാധാരണ കാറിലാണ് ഓഫീസിൽ പോകുന്നത്. എങ്ങനെ പറയാ? ഞാൻ സാധാരണ കാറിലാണ് ഓഫീസിൽ പോവാറ്. എങ്ങനെ പറയും? ഞാൻ സാധാരണ യൂഷ്വലി പോകാറ് ഓഫീസിൽ. ഗോ ടു ദ ഓഫീസ് ബൈ കാർ. ഐ യൂഷ്വലി ഗോ ടു ദ ഓഫീസ് ബൈ എ കാർ. എങ്ങനെ പറയാ? ഗോ ടു ദ ഓഫീസ് ബൈ എ കാർ. ഇനി പറയാണ്, നടന്നാണ് ഞാൻ സാധാരണ ഓഫീസിൽ പോകുന്നത്. അങ്ങനെയാണെങ്കിലോ? ഐ യൂഷ്വലി ഗോ ടു ദ ഓഫീസ് ഓൺ ഫുഡ്. ഐ യൂഷ്വലി ഗോ ടു ദ ഓഫീസ് ഓൺ ഫുഡ്. കാറിനാണെങ്കിലോ? ബൈ എ കാർ. അതെല്ലാവർക്കും അറിയേണ്ടതാണ്. ബസ്സിനാണെങ്കിൽ ബൈ എ ബസ്. പക്ഷെ നടന്നാണെങ്കിലോ? ഓൺ ഫുഡ്. ഫുഡിനാണ്, നടന്നാണ് ഞാൻ ഓഫീസിൽ പോകാറ്. ഇനി നമ്മൾ ചോദിക്കേണ്ടത് എങ്ങനെയാണ്? എങ്ങനെയാണ് നീ ഓഫീസിൽ പോകാറ്? സാധാരണ എങ്ങനെയാണ് നീ ഓഫീസിൽ പോകാറ്? ക്വസ്റ്റ്യൻ ആക്കൂ. എങ്ങനെയാണ് നീ പോകാറ്? ഹൗ ഡു യു യൂഷ്വലി ഗോ ടു ദ ഓഫീസ്? അപ്പൊ ഓർക്കുക, നമ്മൾ ഗോ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? ടു ഉണ്ട്. അപ്പോ ഹൗ ഡു യു ഗോ ടു ദ ഓഫീസ്? ഇനി ഹൗ ഡു യു യൂഷ്വലി ഗോ ടു ദ ഓഫീസ്? എങ്ങനെയാണ് ഓഫീസിൽ പോകാറ്? കാരണം ആ ഒരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഹൗ, WH, ഓക്സിലറി ടു, സബ്ജക്റ്റ് യു, വേർബ് ഗോ. ഹൗ ഡു യു ഗോ ടു ദ ഓഫീസ്? ഓഫീസിൽ എങ്ങനെയാണ് പോകുന്നത്? അപ്പൊ ഞാൻ പറയാണ്, ഐ യൂഷ്വലി ഗോ ടു ദ ഓഫീസ് ബൈ എ കാർ. കാറിനാണ് ഞാൻ ഓഫീസിൽ പോകുന്നത്. ഞാൻ എഴുന്നേറ്റാൽ ഉടനെ പേപ്പർ വായിക്കാറുണ്ട്. എങ്ങനെ പറയുക? ഞാൻ എഴുന്നേറ്റാൽ ഉടനെ പേപ്പർ വായിക്കാറുണ്ടെന്ന്. പേപ്പർ വായിക്കാറുണ്ട് എന്ന് എങ്ങനെ പറയും? ഐ റീഡ് ദ ന്യൂസ് പേപ്പർ ഉടൻ, as soon as I get up. I read the newspaper as soon as I get up. ഞാൻ എഴുന്നേറ്റാൽ ഉടനെ പേപ്പർ വായിക്കാം. അപ്പൊ നമുക്കൊരു ചോദ്യമായിട്ട് അങ്ങോട്ട് ചോദിക്കാം, നിങ്ങൾ രാവിലെ പേപ്പർ വായിക്കാറില്ലേ? എങ്ങനെ ചോദിക്കാം? രാവിലെ പേപ്പർ വായിക്കാറില്ലേ? എങ്ങനെ ചോദിക്കും? വായിക്കാറില്ലേ. ഡോണ്ട് യു റീഡ്. ഡോണ്ട് യു റീഡ്. നിങ്ങൾ വായിക്കാറില്ലേ പേപ്പർ?
എവരി ഡേ മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ പേപ്പർ വായിക്കാറില്ലേ? ഡോണ്ട് യു റീഡ്, വായിക്കാറില്ലേ പേപ്പർ എവരി ഡേ മോർണിംഗ്. അപ്പൊ ഞാൻ പറയാണ് എനിക്ക് സമയം കിട്ടാറില്ല പേപ്പർ വായിക്കാൻ. എനിക്ക് സമയം കിട്ടാറില്ല. എങ്ങനെ പറയാ? കിട്ടാറില്ല, കിട്ടുക ഗെറ്റ്, കിട്ടാറില്ല ഡോണ്ട് ഗെറ്റ്. ഐ ഡോണ്ട് ഗെറ്റ് ടൈം ടു റീഡ്, വായിക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല. ഐ ഡോണ്ട് ഗെറ്റ് ടു റീഡ്, വായിക്കാൻ സമയം കിട്ടാറില്ല. അല്ലെങ്കിൽ ഞാൻ വായിക്കാറുണ്ട് എന്നാണെങ്കിലോ ഐ റീഡ് പേപ്പർ, ഐ റീഡ് ദ ന്യൂസ് പേപ്പർ. ഐ ഡോണ്ട് ഗെറ്റ് ടൈം, സമയം കിട്ടാറില്ല. വ്യത്യാസം മനസ്സിലായല്ലോ? ഐ ഗെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാറുണ്ട്, ഐ ഡോണ്ട് ഗെറ്റ് കിട്ടാറില്ല. അപ്പൊ ഇനി അവൾക്ക് കിട്ടാറില്ലെന്നാണ് പറയേണ്ടതെങ്കിലോ ഷീ ഡസൻറ്റ് ഗെറ്റ് ടൈം, ഷീ ഡസൻറ്റ് ഗെറ്റ് ടൈം ടു റീഡ് ദ ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പർ വായിക്കാൻ അവൾക്ക് സമയം കിട്ടാറില്ല, കാരണം അവൾക്ക് ഓഫീസിൽ പോകേണ്ടതുണ്ട്. കാരണം അവൾക്ക് ഓഫീസിൽ പോകേണ്ടതുണ്ട്. പോകേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്. ഓർമ്മ വന്നില്ലേ? ബിക്കോസ് ഷീ ഹാസ് ടു ഗോ ടു ഓഫീസ്. ബിക്കോസ് ഷീ ഹാസ് ടു ഗോ ടു ദ ഓഫീസ്. അവൾക്ക് ഓഫീസിൽ പോകേണ്ടതുണ്ട്, പോകേണ്ടതുണ്ട്. ഷീ ഹാസ് ടു ഗോ ടു ദ ഓഫീസ്. ഷീ ഡസൻറ്റ് ഗെറ്റ് ടൈം, സമയം കിട്ടാറില്ല, ബിക്കോസ് അവൾക്ക് ഓഫീസിൽ പോകേണ്ടതുണ്ട്. ബിക്കോസ് ഷീ ടു ഗോ ടു ഓഫീസ്. എവരിഡേ, എല്ലാ ദിവസവും അവൾക്ക് ഓഫീസിൽ പോകേണ്ടതുണ്ട്, അതുകൊണ്ട് അവൾക്ക് സമയം കിട്ടാറില്ല. സോ ഷീ ഡസൻറ്റ് ഗെറ്റ് ടൈം. ക്ലിയർ ആയല്ലോ? പതിയെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഏതോ 2-3 കമന്റ് ബോക്സിൽ ഞാൻ കണ്ടു സ്പീഡ് കൂടുന്നുള്ളൂ. ഞാൻ വളരെ നിർത്തി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ കൂടെ ഉള്ളവരെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ലാതെ എൻ്റെ കൂടെ നിന്ന് പഠിച്ചു കയറി വരുന്നവരാണ്. അപ്പോൾ അവർക്ക് സ്പീഡ് പറ്റില്ല. അപ്പോൾ ഞാൻ സ്പീഡാണെന്ന് 1-2 കമന്റ് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് സ്പീഡ് കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നിനക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? നമുക്ക് ചിലപ്പോൾ ചോദിക്കേണ്ട ചോദ്യമാണ് അല്ലെ? യാത്രകളൊക്കെ നിനക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ ഡൂവും ഡസുമാണ് വേണ്ടത് അല്ലെ? യാത്രകളൊക്കെ നിനക്ക് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ടു ട്രാവൽ? അല്ലെങ്കിലോ ഡു യു ലൈക്ക് ട്രാവലിംഗ്? യാത്രകൾ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറയാണ് എനിക്ക് യാത്ര ഇഷ്ടമാണ്. എങ്ങനെ പറയാ? യെസ് ഐ ലവ് ടു ട്രാവൽ. എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. യെസ് ഐ ലവ് to travel. Do you like to travel? Yes, I love to travel. Yes, I love to travel. Yes, I love to travel ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഇനി നീ ടി വി കാണാറുണ്ടോ? നീ എങ്ങനെ ചോദിക്കാം? കാണാറുണ്ടോ? ഡു യു വാച്ച് ടി വി? ടി വി കാണാറുണ്ടോ? ഡു യു വാച്ച് ടി വി? ഡു യു വാച്ച് ടി വി? ടി വി കാണാറുണ്ടോ? ഓക്കെ, ഞാൻ ഇടയ്ക്ക് ടി വി കാണാറുണ്ട് എന്നെങ്ങനെയാണെങ്കിലോ ഞാൻ ഇടയ്ക്ക് ഒക്കേഷണലി വാച്ച് ടി വി. ഒക്കേഷണലി വാച്ച് ടി വി, അല്ലെങ്കിൽ സംടൈംസ് വാച്ച് ടി വി. ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. റെയർലി, വളരെ കുറച്ച് വാച്ച് ടി വി. അപ്പോൾ ഉപയോഗിക്കുക വാച്ച് ടി വി. ഞാൻ ടി വി കാണാറുണ്ട്. പിന്നെ നമ്മൾ ചോദിക്കും നിനക്ക് എരിവുള്ള ഭക്ഷണം ഇഷ്ടമാണോ? എരിവുള്ള ഭക്ഷണം ഇഷ്ടമാണോ? എരിവുള്ള ഭക്ഷണത്തിന് എന്താ പറയണത്? സ്പൈസി ഫുഡ്. ഡു യു ലൈക്ക് സ്പൈസി ഫുഡ്? അവൾക്ക് ഇഷ്ടമാണോ? ഡസ് ഷീ ലൈക്ക് സ്പൈസി ഫുഡ്? അവന് ഇഷ്ടമാണോ? ഡസ് ഹീ ലൈക്ക് സ്പൈസി ഫുഡ്? അപ്പോൾ ഈ ഡൂവിൻ്റെ ഡസിൻ്റെ ഉപയോഗം നിങ്ങൾ പഠിക്കണം കേട്ടോ. യെസ് എനിക്ക് ഇഷ്ടമാണ് എന്നെങ്ങനെ പറയാം? യെസ് ഐ ഡു. നോ ഐ ഡോണ്ട് എങ്ങനെയും പറയാം. അല്ലെങ്കിൽ എങ്ങനെ പറയാം? യെസ് ഐ ലൈക്ക് സ്പൈസി ഫുഡ്. നോ ഐ ഡോണ്ട് ലൈക്ക് സ്പൈസി ഫുഡ്. എനിക്ക് സ്പൈസി ഫുഡ് ഇഷ്ടമല്ല. ഐ ഡോണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ്? ഇഷ്ടമാണോ എന്ന് നമുക്ക് ചോദിക്കാൻ ഡൂവും ഡസും സബ്ജക്റ്റും
എന്താണോ അതുമാണ് നമുക്ക് വേണ്ടത് അല്ലെ. ഡൂവും ഡെസ്സുമാണ് നമുക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കേണ്ടത്. ഇനി അതുപോലെ എങ്ങനെയാണ് സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാനും നമുക്ക് ഡൂവും ഡെസ്സുമാണ് ഉപയോഗിക്കേണ്ടത്. അത് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ അതിൽ നമുക്ക് ഉത്തരം പറയണമെങ്കിലും എങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, സബ്ജക്റ്റ് V1 എന്ന രീതിയിൽ പറഞ്ഞാൽ മതി. സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ ആ വേർബിന്റെ കൂടെ എസ് ഒന്ന് ചേർത്ത് കൊടുത്ത് പറഞ്ഞാൽ മതി. ആക്ച്വലി ഏറ്റവും എളുപ്പമുള്ള ഒരു ടെൻസ് ആണ് ഏത്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പൊ ഇന്ന് നമ്മൾ ചോദിച്ചതൊക്കെയും സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ പറഞ്ഞിരുന്ന എങ്ങനെയാണ്? ഒരു WH വേണം, ഓക്സിലറി വേണം, ദെൻ സബ്ജക്റ്റ്, ആഫ്റ്റർ ദാറ്റ് വേർബ്. ഈ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് നമ്മൾ ചോദിച്ചത്. ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സെന്റൻസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സബ്ജക്റ്റ് വേർബിന്റെ ഫസ്റ്റ് ഫോം, ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിന്റെ എസ് ചേർക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നിങ്ങൾ ഇതേപോലെ പറഞ്ഞു തന്നെ പഠിക്കണം. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ നിത്യം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിലും ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കുറേ പേര് ക്ലാസ്സുകൾ ഉണ്ടോ എന്ന് ചോദിച്ച് എന്നെ വിളിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇനിയിപ്പോൾ ക്രിസ്മസിന്റെ ലീവും അവധിയൊക്കെ വരികയാണ്. അപ്പോൾ ഞങ്ങളൊരു ഫാമിലി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് ലീവൊക്കെ ആയി. ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉടനെ ഒന്നും ഇനി ഒരു ഗ്രൂപ്പ് ക്ലാസ്സുകൾ തുടങ്ങണില്ല. പകരം നമുക്ക് പേഴ്സണൽ ക്ലാസ്സുകളുണ്ട്. ബേസിക് ആയി തന്നെ തുടങ്ങണമെങ്കിൽ അങ്ങനെയുമുള്ള പേഴ്സണൽ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പേഴ്സണൽ ക്ലാസ്സുകളുടെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.